കഴിഞ്ഞ ദിവസം PMS പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. ഈ കമൻസിൽ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ആളില്ല, സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, ഈവൻ സൂയിസൈഡൽ ടെൻഡൻസി വരെ തോന്നുന്നു എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. ഈ PMS എന്ന് പറയുന്നത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. PMS മാനേജ്മെൻറ്റിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദിസ് ഈസ് എ ടെമ്പററി ഫേസ് എന്നുള്ളതാണ്. PMSും കൂടെ വരുന്ന ഇമോഷണൽ പെയിനും ആ സമയത്ത് നമുക്ക് വല്ലാത്തതായി തോന്നും. ഹോർമോണൽ ചേഞ്ചസ് ആണ്, ഇത് മാറും എന്ന് നിങ്ങൾ സ്വയം റിമൈൻഡ് ചെയ്യുകയാണ് വേണ്ടത്. ആൻഡ് സെക്കൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ പ്രോബ്ലംസ് ആരോടെങ്കിലും ഓപ്പണായി പറയുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഒരാളില്ല, അല്ലെങ്കിൽ പറഞ്ഞാലും അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല എന്നുള്ള സിറ്റുവേഷനാണ് നിങ്ങൾക്കെങ്കിൽ, അങ്ങനെ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു, മീൻസ് ആരോട് പറയാൻ, ആര് കേൾക്കാൻ എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകാൻ ശ്രമിക്കുക. ബിക്കോസ് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ജസ്റ്റ് എ ടെമ്പററി ഫേസ്. നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ PMS എന്ന് പറയുന്ന കണ്ടീഷൻ. അതിനുവേണ്ടി നിങ്ങൾക്ക് യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, അതേപോലെ സോഫ്റ്റ് മ്യൂസിക്സ് കേൾക്കുക, ഇതെല്ലാം ചെയ്യാവുന്നതാണ്. ആൻഡ് കൂടെ നിങ്ങളുടെ ബോഡീനെ നറിഷ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി നല്ല ഫുഡ്സ് കഴിക്കുക, അതിൽ മാഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ധാരാളം വെള്ളം കുടിക്കുക. ഇതെല്ലാം നിങ്ങളുടെ മൂഡ് സ്റ്റേബിൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് PMS ടഫ് ആകാം, പക്ഷേ അതുകൊണ്ട് നിങ്ങൾ വീക്കല്ല എന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരാളുടെ ഹെൽപ്പ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. Velith Homeopathy, on a mission to cure.